യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഒന്ന്, സംബോധിത സമൂഹം. രണ്ട്, പർപ്പസ്. മൂന്ന്, ഹിസ്റ്ററി. നാല്, നേട്ടം. ഈ ആയത്തിനെ നാലാക്കി വിട്ട ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു, സംബോധിത സമൂഹം. മൊത്തം ജനങ്ങളല്ല, മുഅ്മിനീങ്ങൾ മാത്രം. അപ്പോൾ മുഅ്മിനീങ്ങൾ എന്നാൽ ഈ ലോകത്തും വിജയിച്ചു, പരലോകത്തും വിജയിച്ചു. അതാ മുഅ്മിനീങ്ങൾ. അപ്പോൾ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞിട്ട് ഒരു കൽപ്പന പറഞ്ഞാൽ ആ കൽപ്പന പാലിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തും വിജയമുള്ളൂ, പരലോകത്തും വിജയമുള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആദ്യത്തെ നോമ്പിനാണ് ബദർ യുദ്ധം ഉണ്ടായത്. ബദറിനേക്കാൾ വലിയ ഒരു സംഭവം ലോക ചരിത്രത്തിലില്ല. അതിനവർക്ക് കഴിഞ്ഞ എന്തുകൊണ്ട്? അതേതാ കാലം? നോമ്പാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടായ എന്താ പറയുക? നോമ്പാണ് കഴിഞ്ഞോട്ടെ. അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം നടന്നത് എന്നാ? എന്നാ? നോമ്പിന് ബദറിനേക്കാൾ വലിയ സംഭവമില്ല. ഖുർആൻ ബദറിനേക്കാൾ വലിയ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അള്ളാഹു ബദരീങ്ങളുടെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരുടെ ഹക്ക് കൊണ്ട് നമ്മളെ അവരെയും അള്ളാഹു സ്വർഗത്തിൽ സന്തോഷത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ഹക്ക് കൊണ്ട് ഈ ഒന്നിനും പറ്റാത്ത നമ്മളെ അള്ളാഹു തആല ദുനിയാവിൽ ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ കൊല്ലത്തെ നോമ്പിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞു, നമുക്ക് ഇന്നൊന്ന് നല്ല കാര്യമായി ഇബാദത്ത് ചെയ്യണം. അപ്പോൾ മൂപ്പര് പറഞ്ഞു, വയ്യ, എനിക്ക് വയ്യ. അപ്പോൾ ആത്മീയ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല. ആരാ തടസ്സം? മനുഷ്യ. ആരാ തടസ്സം? ബോഡി അല്ലേ? ആത്മീയ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല. ആരാ തടസ്സം? ആരാ തടസ്സം? ശരീരം. ശരീരത്തിന് ക്ഷീണമാണ്. അതുകൊണ്ട് ആത്മീയ പ്രവർത്തനം പരലോകത്തേക്കുള്ളതാണ്. പക്ഷെ ഇവിടെ പരലോകം തടസ്സപ്പെട്ടു. എന്താ കാരണം? ആത്മാവിന് ചെയ്യണമെന്നുണ്ട്, ബോഡിക്ക് ഇല്ല. ആത്മാവിന് ബോഡിക്ക് ഉൾപ്പെടല്ലാതെ ആത്മാവിന് കഴിയില്ല. അപ്പോൾ പരലോകത്തുള്ള ഒരുപാട് പേപ്പർ ബ്ലാങ്കായി, ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഇതിൻ്റെ കൂടെ വരി. ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താ? ഒരു മനുഷ്യന് ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും, നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? മുന്നിലും ബാക്കിലും ഉറങ്ങരുതട്ടാ. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കർമ്മം എന്താ? വസ്ജുദ് വഖ്തരിബ് അല്ലേ? വസ്ജുദ് വഖ്തരിബ്. സുജൂദ് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്ക്. ഇനി സുജൂദ് ചെയ്യാൻ വയ്യ, വയറുത്തറുണ്ട്. ആത്മാവിനുണ്ട്, ബോഡി സമ്മതിക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോയെന്ന് ആദ്യം പറയും. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ? നിങ്ങൾ മുന്നിലും ബാക്കിലും കുത്തരുന്ന് ഉറങ്ങിയ ഇത് മനസ്സിലാവില്ല. നിങ്ങളെ വർക്ക് വിസൊക്കെ കൊണ്ടുവന്നല്ല അങ്ങോട്ട്, കാര്യം മനസ്സിലാക്കാൻ പറയുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു ആത്മീയ പ്രവർത്തനം, ഏറ്റവും നല്ല ആത്മീയ പ്രവർത്തനം എന്താ? സുജൂദ്. ഹബീബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യും. തല ഉയർത്തൂല. ഞാൻ അപ്പുറത്ത് നോക്കി കിടക്കും. അനങ്ങേയില്ല. അങ്ങനെ കിടക്കും മണിക്കൂറുകൾ. എനിക്ക് പേടിയാവും, നബി മരിച്ചോ, ഞാൻ ഇപ്പുറത്ത് കട്ടിലുണ്ടാവും. ഇത് നബിക്ക് കഴിഞ്ഞെന്തുകൊണ്ടാ? നമ്മൾക്ക് സുജൂദ് ചെയ്യാൻ തറയിൽ നെറ്റി വെക്കാൻ കഴിഞ്ഞാൽ തന്നെ 3 സുബ്ഹാനല്ലാഹ്ക്കപ്പുറം മോലിയേര് നീട്ടിയാൽ അക്കൊല്ല മോലിയേരെ പിരിച്ചുവിടും. കാരണം നമ്മൾ ശ്വാസം മുട്ടു. അപ്പൊ പരലോകത്തേക്ക് നേടണമെങ്കിൽ ആദ്യം എന്ത് ശരിയാവണം? ബോഡി ആദ്യം അത് തല കയറ്റി പരലോകത്തേക്കുള്ള ബ്ലാങ്ക് ആക്കാതെ അത് ക്ലിയർ ആക്കി വിടണമെങ്കിൽ ആദ്യം നിന്റെ എന്ത് ശരിയാവണം? പറ. എന്ത് വിചാരിച്ച നിങ്ങളൊക്കെ? എന്താണ് വിചാരിച്ച്? നിങ്ങൾ കുറെ ആളുകൾ മേപ്പെട്ട് കീപ്പിട്ട് ആക്കിയതുകൊണ്ട് സ്വർഗം കിട്ടുന്നു. ആര് പറഞ്ഞു?
പഠിച്ചോൻ ഓരോന്നിനും ഓരോ കാര്യം നിശ്ചയിച്ചിട്ടില്ല, അത് ചെയ്യണ്ടേ? ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും ചോദിക്കേണ്ടത് എന്താ? ആരോഗ്യം. അറിയൂല. ആയിഷ ബീവി പറയാണ്, എനിക്ക് പേടിയാവും നബി മരിച്ചോ, കാരണം അനങ്ങുന്നില്ല. എത്രയാ നബിക്ക് വയസ്സ്? 63. നബിക്ക് അന്ന് എത്ര വയസ്സുമാണ്? 60. നബിയുടെ കുട്ടിക്കാലല്ല. 62 63 61 63 നബി സുജദീരാൽ മണിക്കൂർ കണക്കിനാണ്. അപ്പൊ ആരോഗ്യം എത്രയാ? അപ്പൊ ഈ നേതാവ് നമുക്ക് ആദ്യം എന്താ കാണിച്ചത്? ആദ്യം ബോഡി ബിൽഡ് ചെയ്യണം, അല്ലാതെ കാര്യമില്ല. നമുക്ക് പരലോകത്തൊന്നും കിട്ടാൻ കഴിയില്ല. ഞാൻ ശരിയും തെറ്റും പറയല്ല, ശരി തെറ്റിനെ വിശദീകരിക്കല്ല, ഞാനൊരു കാര്യം പറയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് നടന്ന് ഹജ്ജിന് പങ്കെടുത്തു ആണല്ലോ. ഞാനതിൻ്റെ പൊളിറ്റിക്കൽ വശമോ മനസ്സിലെ സോഷ്യൽ വശമോ ഒന്നും പറയല്ല, മതവും പറയല്ല. അത് ചെയ്തല്ലോ, ആണോ അല്ലേ? ചെയ്തു, നമ്മളൊക്കെ ദൃക്സാക്ഷ്യ. എന്തുകൊണ്ടയാക്കതിന് കഴിഞ്ഞു? ആരോഗ്യം. ഇല്ലെങ്കിൽ ഇവിടെ വേദനയാവും, നടക്കൽ കഴിയില്ല. നല്ല ഷൂട്ട് മുട്ടിക്ക്, നല്ല ഷൂ, നല്ല നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഇടുന്ന ഷൂ ഇട്ട് കെട്ടി മുറുക്കിയിട്ട് നടന്നു, കാൽപാലയത്തിൽ തൊട്ടു, ഇങ്ങനെ നടന്നു. എന്തുകൊണ്ട് കഴിഞ്ഞു? ഞാനതിൻ്റെ ഒരു വർഷം പറയല്ല, അത് കഴിഞ്ഞു. എന്തുകൊണ്ട്? ആരോഗ്യം. മനസ്സിലായില്ലേ? ഖൗമുൻ മിൻ ഉമ്മത്തി യർകബൂനൽ മയാസിറ ഫയഅതൂന അബ്വാബൽ മസാജിദി ഫഉലൈക ശിറാറു ഉമ്മത്തി. എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗമുണ്ട്, യർകബൂനൽ മയാസിറ, വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ കയറിയിരിക്കും. ഫയഅതൂന, എന്നിട്ട് അവർ ചെല്ലും അബ്വാബൽ മസാജിദി, പള്ളിയുടെ വാതിൽ വരെ പോവും. എന്തുകൊണ്ട് പോവും? വാഹനം കൊണ്ട് പോവും. വാതിൽക്കലായി ഇറങ്ങുക, എന്നിട്ട് പള്ളി കയറും, പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഈ വാഹനത്തിൽ കയറും. ഉലൈക ശിറാറു ഉമ്മത്തി, അവരാണ് എൻ്റെ സമുദായത്തിലെ ഏറ്റവും മോശപ്പെട്ടവർ. മനസ്സിലായില്ല? പള്ളി പോവും, പക്ഷേ എങ്ങനെ കഴിയില്ല? നടക്കാൻ കഴിയില്ല. യർകബൂനൽ മയാസിറ, അവർ വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ കയറും. ഫയഅതൂന അബ്വാബൽ മസാജിദി, എന്നിട്ട് ഏതുവരെ ചെല്ലും? പറ, ഏതുവരെ പോവും? പള്ളിയുടെ വാതിൽ വരെ പോവും, എന്നിട്ട് പള്ളിയിൽ കയറും, പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങും. പല അർത്ഥം ഇതിനുണ്ട്. ഒരർത്ഥം ഞാൻ പറയുന്നത്, ഇവർക്ക് എന്തില്ല നടക്കാം. അതേ സമയത്ത് നബി ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ളുലമി ബിന്നൂരി തമ്മി യൗമൽ ഖിയാമ, പള്ളിയിലേക്ക് ഇരുട്ടിലും നടക്കുന്നവർക്ക് പരലോകത്ത് വെളിച്ചമുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അങ്ങനെയല്ലേ ഹദീസ്? അല്ലേ? ഇതായിരിക്കും ഉസ്താദ് ചോദിക്കും. ബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. അൽ മശ്ശാഈന, എപ്പോഴും മാഷി, അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് പ്രയോഗമാണ് മശ്ശാ, എപ്പോഴും നടക്കുന്നവർ. അവർ പള്ളിയിലേക്ക് അവർ എന്തുപയോഗിക്കൂല? വാഹനം ഉപയോഗിക്കൂല. ഫിൽ ളുലമി, ഇരുട്ടിലും നടക്കും. ബിന്നൂരി താമി, അവർക്ക് സമ്പൂർണ്ണ വെളിച്ചമുണ്ടാവും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. നമുക്ക് നടക്കൂല. എന്തില്ല? ആരോഗ്യമില്ല. അപ്പോൾ ഒരു മുസ്ലിമിന് എന്താ വേണ്ടത്? ആരോഗ്യം. ആരോഗ്യത്തെ, ഇപ്പം നമ്മളെ വണ്ടി 10 മാസം ഒരു 4 മാസം ഓടിയാൽ തന്നെ ചെറിയ കിലുക്കം തുടങ്ങും. പിന്നെ 5 മാസമായി പിന്നെയും കിലുക്കം കൂടും. 8 മാസം 9 മാസം 10 11 പോകുമ്പോഴത്തിന് കിൽക്കത്തോട് കിൽക്കായി. 12 മാസം ഗാരേജ് കയറ്റി ഇറക്കി കുട്ടപ്പൻ. 50,000 ഉറുപ്പ്യ പോയി. പക്ഷെ വണ്ടി കണ്ടീഷനായി, എല്ലാം ക്ലിയറായി, എൻ്റെ എല്ലാ പൊടി പോയി, വാട്ടർ എന്താ പറയുക സർവീസ് ഒക്കെ നടത്തി. ടൊയോട്ടയുടെ എന്താ പറയുക ഒരു അവരുടെ വക ഒരു എന്താ പറയുക ഒരു അവരുടെ നിശാനിയുള്ള ഒരു പേപ്പറൊക്കെ മുന്നിൽ വിരിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. പൊളിയാക്കി. അപ്പോഴത്തേനൊരു മാസം കഴിഞ്ഞു. ഇതന്നെ നമ്മളെ ബോഡി. വണ്ടി എപ്പോഴെങ്കിലും എടുക്കുള്ളൂ, നമ്മളെയോ ഫുൾ ടൈമാണ്. നമ്മൾ കുറച്ച് ഉള്ളിവട, സമൂസ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിക്കും നോമ്പ് കാലത്ത്. എന്നിട്ട് എന്ത് ചെയ്യും? അത് തിന്നും പള്ള നിറച്ച്.
എന്നിട്ട് നമ്മൾ പള്ളിയിൽ പോയി വരും, എന്നിട്ട് ഇപ്പൊ ചോദിക്കും ഭക്ഷണമായില്ലേ? അപ്പൊ ഇതുവരെ തിന്നതോ? അത് ഭക്ഷണത്തിൽ ലിസ്റ്റില്ല, അത് സമൂസല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, കുറച്ച് വത്തക്കും ഇതൊക്കെ പള്ള നിറച്ച് കയറ്റും. എന്നിട്ട് എന്ത് പറയും? എന്നിട്ട് എന്താ പറയാ? നോമ്പ് തുറക്കണ വീട്ടുകാരൻ പറയും ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് തന്നെ വരണേ. ഇപ്പൊ കഴിച്ചോ? ഇപ്പൊ തന്നെ ഓരോരുത്തരും അവിടുന്ന് ഈ വത്തക്ക കഷ്ണം ഒരു കൂമ്പാരം കഴിച്ചതുകൊണ്ട് അവിടുന്ന് പിടിച്ച് പൊക്കിട്ടാ പള്ളിക്ക് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താ പറയാ? എല്ലാരും പറയും അസ്സലാമു അലൈക്കും, എല്ലാരും ജമാഅത്ത് കഴിഞ്ഞാല് ഭക്ഷണം ഉണ്ട്, വരേക്കിന് വരണേ. ഇതല്ലേ സത്യം? എന്നിട്ട് നമ്മൾ പള്ള നിറച്ച് കയറ്റും. എന്താ കയറ്റുക? ബിരിയാണി ഇല്ലാതെ ഒരാൾക്ക് നോമ്പ് ശരിയാവില്ല. ബിരിയാണിയോ? ബിരിയാണി തിന്നാ പിന്നെ കിടക്കാൻ നല്ലത്. ഈ ബിരിയാണി തിന്നിട്ട് നമ്മൾ പള്ളിയിൽ പോയി ജമാഅത്തിന് പോവും. പള്ളി കമ്മിറ്റിയിലൊക്കെ പെട്ട ആളാവുമ്പോൾ ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ മോശമാണല്ലോ. മനുഷ്യന്മാർ നമ്മളെ നോട്ട് ചെയ്യൂലേ? അപ്പൊ നമ്മൾ പോവും. പിന്നെ എന്താ ഉണ്ടാവുക? ഒരാൾ ഹോ എന്ന് പറയുമ്പോഴത്തിന് മറ്റാണ്ട് ഹോ തുടങ്ങണേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാലത്തിൽ അങ്ങനെ ഓ ഹോ 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 കുറെ ഹോ 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 ഒച്ച ഉണ്ടാവും. ചില ആളുകൾക്ക് എത്ര റക്അത്ത് നിസ്കരിച്ചു എന്നറിയില്ല. തറാവീ തീർന്നു എന്ന് പറയണത് കേൾക്കുമ്പോഴാ തറാവീ തീർന്നോ എന്ന് തോന്നുന്നു. എന്റെ അന്തല്ല, അങ്ങനെ തിന്നിട്ടുണ്ട്. ഇവരെ റയ്യാൻ വാതിലൂടെയല്ല, അവിടെ നിന്ന് ചവിട്ടാ കിട്ടുക. നമ്മൾ മൂല്യന്മാർ വേറെ പറയാ ഇതാ നോമ്പ് ഒറ്റോളി റയ്യാൻ വാതിൽ കയറ്റുന്നതാണ്. റയ്യാൻ വാതിലൊക്കെ ചെല്ലുമ്പോൾ ചാവിട്ടിയിട്ട് ബാക്ക് സീറ്റിന് ചാവിട്ടി ആട്ട് ചെയ്യുക. ഈടാ റയ്യാൻ വാതിൽ, നിനക്കെന്ത് നോമ്പുണ്ടായത്? എന്നിട്ട് സുബഹിന്റെ മുമ്പ് വരെ തിന്നും. എന്നിട്ടോ സുബഹി നിസ്കരിച്ചിട്ട് അസർ വരെ ഉറങ്ങും. പിന്നൊന്ന് മാർക്കറ്റിൽ പോയി സാധനം വരുമ്പോൾ തിന്നാനായി. രാത്രി മുഴുവൻ തിന്നും, പകൽ മുഴുവൻ ഉറങ്ങും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നാശാകുന്ന കാലം ഏതാണ്? പുറത്തു പറയണ്ട. നമ്മൾ നാശാവുന്ന ഏറ്റവും നാശാവുന്ന കാലം നോമ്പ്. എന്റെ അടിസ്ഥാനം നന്മ നശിപ്പിച്ചു. പറയാൻ ആളില്ല, പറഞ്ഞ ഞങ്ങളെപ്പോലത്തെ മുതലാളിമാര് കേൾക്കൂല. അപ്പൊ നമ്മൾ അതിന്റെ വസ്തുതയിലേക്ക് തിരിച്ചു വരണം. ആദ്യം നമ്മൾ ബോഡി ക്ലിയർ ചെയ്യണം. നമുക്കൊരു ഷുഗർ ഉണ്ടാവില്ല, ഒരു പേടിയും പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർക്ക് തന്നെ അതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അതിന് അലോപ്പതിക്ക് കഴിയൂല. അലോപ്പതിക്ക് കൃത്യമായി ഷുഗറിന് മരുന്നില്ല. മരണം വരെ ഗുളിക കൊടുക്കുന്നത് ഔഷധമല്ല. ഞാൻ അലോപ്പതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണ്ട, ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞല്ല. മരണം വരെ ഒരാൾ ഒരു ഔഷധം എന്നാൽ എന്താ? ഒരു പീരിയഡ് അല്ലേ ഔഷധം? ഒരു ഗുളിക. ഷുഗർ ഉണ്ടായാൽ പിന്നെ പോകൂല. മരണം വരെ ഗുളിക കുടിക്കാനാണെങ്കിൽ എന്തിനാ ഗുളിക കുടിക്കണം? അലോപ്പതിയുടെ കയ്യിൽ ഷുഗറിന് മരുന്നില്ല. ഷുഗറിന് നിനക്ക് നിയന്ത്രിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? കുടിക്കേണ്ട അളവിൽ കുടിക്കുക, കഴിക്കേണ്ട അളവിൽ കഴിക്കുക. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, ഉണരേണ്ട സമയത്ത് ഉണരുക, കഴിക്കേണ്ട അളവിൽ കഴിക്കുക, കുടിക്കേണ്ട അളവിൽ കുടിക്കുക. ബസ് എന്നാ സ്വാഭാവികമായും മനസ്സിലായില്ലേ? 4 ഗോൾഡൻ റൂൾസ്. കഴിക്കലിലെ മിതത്വം, കുടിക്കലിലെ മിതത്വം, മനസ്സിലായില്ലേ? രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിലെ മിതത്വം, എണീക്കുന്നതിലെ മിതത്വം. ഈ 4 കാര്യം ഉണ്ടായാൽ, 4 ഗോൾഡൻ റൂൾസ് ഉണ്ടായാൽ നിന്റെ ബോഡി നിനക്കൊതുങ്ങും. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇത് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആദ്യം ബോഡിയെ നിയന്ത്രിക്കണം. അനാവശ്യമായ സൽക്കാരങ്ങൾക്ക് പോകരുത്. ആരോട് പറയാം? ഞാനില്ല, എനിക്ക് വയസ്സൊക്കെ ആയി, ഇനി കുറച്ച് പണിയെടുക്കണം. ഇനി വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇത് ചെയ്യുന്നതോടുകൂടെ നമ്മൾ നബിയുടെ ശാരീരിക രീതിയിലേക്ക് മടങ്ങി. മനസ്സിലായില്ലേ പറഞ്ഞത്? മിതമായി കഴിക്കാനും കുടിക്കാനും നേരത്തെ ഉറങ്ങാനും. ഇശ നിസ്കരിച്ച ഭക്ഷണമില്ല, ഇശ നിസ്കരിച്ച നബിക്ക് ഭക്ഷണമില്ല. അൽ ഇശാഉ ഖബല അൽ ഇശാഇ, ഇശാന്റെ മുമ്പാണ് രാത്രി ഭക്ഷണം. മഗ്രിബിന് തൊട്ടുടനെ അല്ലെങ്കിൽ മഗ്രിബിന് തൊട്ട് മുമ്പ്. മനസ്സിലായില്ലേ?
രാത്രി ഭക്ഷണം കഴിച്ചു, തമശ നടന്നു. രാത്രി ഭക്ഷണം കഴിച്ചു, പിന്നെ നടന്നു പള്ളിയിലേക്ക് ഇശ നിസ്കരിക്കാൻ. ഇനി ഭക്ഷണമില്ല. ഇനി ഭക്ഷണം എപ്പോഴാ? സുഹൂറില്. അത് ഭയങ്കര ആരോഗ്യവുമാണ്. തമശ. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് 10 മണിക്ക്, പിന്നെ നമ്മൾ നടക്കുന്നത് ബെഡ്റൂം വരെ. ആ ബെഡ്റൂമിൽ നിന്നുണ്ടായ കുട്ടിക്ക് എന്താരോഗ്യം ഉണ്ടാകാനാ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. തന്തക്ക് ആരോഗ്യം ഉണ്ടായാലല്ലേ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. തന്ത നശിപ്പിച്ചിട്ടല്ലേ കുട്ടി ഉണ്ടായത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തിട്ട് പറയാനിട്ടാ. ലാസ്റ്റ് മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. പേടിക്കണ്ട. കുട്ടി മനസ്സിലായില്ലേ? തന്തക്ക് ആരോഗ്യം വേണ്ടേ? എങ്ങനെ ആരോഗ്യം? തീൻമേശയിൽ നിന്ന് പിന്നെ നടന്നത് ഏതുവരെ? ബെഡ്റൂം കിടന്നു. അതിലുണ്ടായ കുട്ടിയാണ്. അതിന് എന്താ ആരോഗ്യം ഉണ്ടാകാനാ? അതിന് ഗർഭസ്ഥ ശിശുവിന് ഷുഗർ ഉണ്ടോ അല്ലേ? പറ. ഗർഭസ്ഥ ശിശുവിന് ഷുഗർ എന്താ കാരണം? ശ്രദ്ധിക്കേണ്ടത് തന്ത ശ്രദ്ധിച്ചില്ല. അനാരോഗ്യം വന്നു ഭവിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാന്റെ അനുയായികൾ 63-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ 18 മുടിയാ നരച്ച്. എന്താ പറഞ്ഞ്? പല്ല് ഒഴിഞ്ഞു വീണില്ല. പല്ല് പൊട്ടിയത് ഉഹദ് യുദ്ധത്തിലാ. കണ്ണടയില്ല. കണ്ണടക്ക് ആവശ്യമില്ല. എത്ര ഭാര്യമാരാ, എന്തൊക്കെ പ്രശ്നങ്ങളാ. ആകെ തലയിൽ നിരച്ചത് 18 മുടിയാ. അത് നിരക്കാൻ കാരണം പറഞ്ഞ എന്താ? ശയ്യബത്തിന് ഹൂദ് സൂറത്തിറങ്ങിയപ്പോൾ എൻ്റെ തല നരച്ചു. ഹൂദ് സൂറത്തിൽ കൽപ്പിച്ചത് പ്രകാരം കൃത്യമായി അനുഷ്ഠിക്കുക എന്ന് ആയത്ത് വന്നപ്പോൾ എനിക്ക് പേടിയായി. ഞാനെങ്ങാനും അള്ളാഹ് കൽപ്പിച്ചതുപോലെ ചെയ്യുന്നില്ലേ? ഒരു പേടിയായി. അപ്പോൾ ശയ്യബത്തിന് എൻ്റെ തല നരച്ചു. അപ്പോൾ 18 മുടി നരക്കാൻ കാരണം നബിയുടെ അനാരോഗ്യമല്ല, പിന്നെന്താ? അള്ളാഹുവിൽ ചിന്തിച്ചുണ്ടാക്കിയ ഭയം. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? എന്താ ആരോഗ്യം? ആ മനുഷ്യന്റെ അനുയായികളുടെ അവസ്ഥ എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് ഇതൊക്കെ തന്നത് നമ്മളതിലേക്ക് തിരിച്ചു പോകാനാണ്. അപ്പം അതിൽ മിതത്വം പാലിക്കുക. ബോഡിക്ക് ആരോഗ്യം ഉണ്ടായാൽ എന്തും നടക്കും. ഉദാഹരണം പറയാം. ബോഡി നിങ്ങളെ കയ്യിലൊതുങ്ങും. 9 മണിക്ക് ഉറങ്ങാം. നിങ്ങൾ 9 മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? മുട്ടുവേദന. ഭാര്യയോട് പറയും, മുട്ടിനടന്ന് ഒഴിയേണ്ടിയിരുന്നു. നിനക്കെന്നെ ഇപ്പം 4 ആൾ വേണം. പിന്നെ ഇപ്പം എൻ്റെ അവസ്ഥ എന്താ? അത് 9 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് 9 മണിക്ക് ഉറങ്ങണില്ല, 10 മണിക്ക് ഉറങ്ങി. എന്തേ? ഇത് തെങ്ങ് ബ്രാൻഡ് ഡാൽഡ ഇറങ്ങിയതാ. നിങ്ങൾ പുറത്ത് പറയണ്ട. അതിന് മാത്രം ബിരിയാണി അടിച്ച് കയറ്റിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനം അടിച്ച് കയറ്റി. എന്തൊക്കെ രക്തത്തിൽ കലർന്നൊന്നും കണക്കില്ല. അത് ശുദ്ധീകരിക്കുന്നൊരു പണി എടുത്തിട്ടന്നില്ല. ബോഡി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിട്ടന്നില്ല. റമദാൻ ഉപയോഗപ്പെടുത്തിയിട്ടല്ല. തിന്നലല്ലാത്തൊരു പരിപാടിയാണല്ല. റമദാൻ ഫുള്ള് തിന്നു. എന്നിട്ട് പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ അവസ്ഥ എന്താ? എന്തില്ലാ 30 ദിവസം നോമ്പ് വെച്ചല്ലേ തിന്നേന്. റമദാനിൽ എന്തായിരുന്നു പണി? റമദാനിൽ എന്തായിരുന്നു പണി? തിന്ന. പെരുന്നാളിന് എന്താ പണി? പറ. തിന്ന. അയ്യയ്യേ, ഒക്കെ നശിപ്പിച്ചു. ഒക്കെ ഓരോ ന്യായങ്ങൾ പറയാ. എനിക്ക് ഓരോ ന്യായങ്ങൾ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടുവരിക. മിതത്വം പാലിക്കുക. അങ്ങനെ മിതത്വം പാലിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിയും. എന്തുകൊണ്ട്? ബോഡിക്ക് നല്ലൊരു സുഖം കിട്ടി. അപ്പം നിങ്ങൾക്ക് ഖത്തം തീർക്കാൻ കഴിയും. മാത്രമല്ല ഓതുന്ന തലേ കയറും. ഒരു ഉറുതി കേട്ടാൽ കണ്ണിൽ വെള്ളം നിറയും. എന്തുകൊണ്ട്? അത് കേൾക്കാണ്. കേൾക്കണ നേരത്ത് ഉറങ്ങല്ല. മനസ്സിലായോ? ഇനി ആത്മാവിനെ ശുദ്ധീകരിക്കാൻ എളുപ്പമാണ്. ബോഡി കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ പിന്നെ ആത്മാവിന് എളുപ്പമാണ് പണി. എന്താ ആത്മാവിന് പണി? ആത്മാവിന് പണി 2 റക്അത്ത് നിസ്കരിക്കുന്ന തഹജ്ജുദ് 12 റക്അത്താക്കി. എന്തുകൊണ്ട്? കാലിന് വേദനയൊന്നുമില്ല. അരമണിക്കൂർ ഖുർആൻ ഓതട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴത്തിന് 5 മിനിറ്റോട് കൊട്ടുവായി വരികയാണ്. അതില്ല. അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, പിന്നെ നൂറിന് ശേഷം 2 മണിക്കൂർ, പിന്നെ മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ ഒരു 3/4 മണിക്കൂർ വേറെ, പിന്നെ തറാവി കഴിഞ്ഞിട്ട് വേറെ. ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? ബോഡി ഒരു ബുദ്ധിമുട്ടാക്കണില്ല. പറഞ്ഞ് മനസ്സിലാവണില്ലേ? അപ്പം എത്രയും ഖുർആൻ ഓതാൻ കഴിയും, പഠിക്കാൻ കഴിയും.
ഞാൻ ഈ കൊല്ലം റസൂലുള്ളാഹിന്റെ ജീവിതവും സ്വഭാവവും പഠിക്കാൻ തീരുമാനിച്ചു. നോമ്പിന് അതിന് സമയമുണ്ട്, തിന്നല പണിയില്ല, അത് പഠിച്ചു. റസൂലുള്ളാഹിന്റെ നിസ്കാരം രീതി, റസൂലുള്ളാഹിന്റെ ഔറാദുകൾ, അതിന്റെ അർത്ഥങ്ങൾ ഒക്കെ പഠിക്കാൻ ഒരു പ്രശ്നമില്ല. ശരീരം മനസ്സിന് ഒതുങ്ങുന്നുണ്ട്. ആദ്യം ശരീരം ഒതുക്കിയാൽ പിന്നെ ആരൊതുങ്ങും? പറേ, ആത്മാവ് പറയുന്നതിന് ആരൊതുങ്ങും? ശരീരം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞ് ഇതന്നെ നോമ്പ് ഇത്ര തന്നെ. ഇനി റയ്യാൻ വാതിലോ മറ്റേ വാതിലോ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ബേജാറാണ്ട. ആ വാതിലൊക്കെ അല്ലാഹുവിന്റെ മഹദ് ഫضലാണ്. ഞാനിപ്പോൾ എനിക്ക് നിങ്ങളോട് വന്ന് പറയാലോ, റയ്യാൻ വാതിൽ കിടക്കുന്നതാണ്, മറ്റേ വാതിൽ പോകുന്നതാണ്. അതൊക്കെ നോമ്പ് നോറ്റാലല്ലേ ഉള്ളൂ. ഈ നോമ്പുണ്ടോ? നമുക്ക് വല്ല നോമ്പുണ്ടോ? നമ്മൾക്ക് വല്ല പരിവർത്തനമുണ്ടോ? പിന്നെ രണ്ടാമത്തത്, നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക അള്ളാഹുവിനനുസരിച്ച്. ഇപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുന്നതോടുകൂടെ ആര് നിയന്ത്രിച്ചു? ശരീരം. ഇനി നമ്മൾ മനസ്സ് ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. കമ്പനിയുണ്ട്. മാനേജറോട് പറഞ്ഞു, നീ ശ്രദ്ധിക്ക്, ഞാൻ ഇടയ്ക്ക് മോനെ പറഞ്ഞേക്കാം, പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഞാൻ വന്ന് കണക്കൊക്കെ നോക്കും. റമദാനാണ്, കൂടുതൽ ഞാൻ വരില്ല, ശ്രദ്ധിക്കണം. എന്ത് നഷ്ടം വന്നാലും ഇതാ ഇങ്ങനെയാണ് അവിടെ കൊടുക്കാണ്ട് ഇവിടെ എത്രയാണ്. റമദാൻ കഴിഞ്ഞ് കമ്പനി ശമ്പളം എല്ലാവർക്കും കൊടുക്കും. പെരുന്നാൾ പിറ്റേന്നെ ഞാൻ കണക്ക് നോക്കുള്ളൂ. ഒക്കെ നിൻ്റെ മസൂലിയത്തിലാണ്, നിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. ഈ വേറൊരു തൊഴിലാളിയെ പോലെയല്ല, ഈ മാനേജറാണ്, ശ്രദ്ധിക്കണം. പറഞ്ഞു. നമ്മൾ പോയി. നമ്മൾക്ക് പിന്നെ റമദാനിൽ വേറെ പണിയൊന്നുമില്ല. ആരോട് ബന്ധപ്പെട്ടു? അള്ളാഹിനോട്. സത്യത്തിൽ റമദാനിൽ അല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മുഹറം 1 തുടങ്ങിയ കച്ചവടത്തിൽ സക്കാത്ത് കൊടുക്കുന്നത് എന്നാ? ദുൽഹജ്ജ് 30. എന്ത് റമദാൻ? നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ആദ്യം നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുക. സക്കാത്തിനൊരു കാലുണ്ടോ? സക്കാത്തിന് ഹൗലല്ലേ, കൊല്ലൻ്റെ കീഴല്ലേ? നിങ്ങളിവിടെ അങ്ങാടിയിൽ മുഹറം 1 കച്ചവടം തുടങ്ങിയാൽ എന്നാ സക്കാത്ത് നിർബന്ധമാവുക? ദുൽഹജ്ജ് 30. അങ്ങനെയല്ലേ ഉസ്താദ്? പക്ഷേ അതൊരാൾ പിന്തിപ്പിക്കും റമദാനിലേക്ക്. റമദാനിൽ കൊടുക്കാൻ മനസ്സ് ആഗ്രഹിക്കും. എന്തുകൊണ്ട്? അത്രത്തോളം മനസ്സ് അള്ളാഹുവിലേക്ക് അടുത്തുപോയി. ഇനി കൊടുക്കണം. അത് കരുതി കുട്ടി സക്കാത്തിനെ പിന്തിപ്പിച്ചു. നീ സക്കാത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, 4 കൊടുക്കും സ്വതക്ക. എൻ്റെ മനസ്സ് പാകപ്പെട്ടു. മനസ്സെവിടെത്തി? അള്ളാഹുവിൽ. എല്ലാം മനസ്സിലായി. വാതിൽ തുറന്നു. അള്ളാഹു വാതിൽ തുറന്നു. മനസ്സിനെ പാകപ്പെടുത്തി. ക്ലിയറാവും. പിന്നെ ആദ്യം എന്ത് വേണം? ശരീരം നിയന്ത്രിക്കണം. നല്ല സതുപദേശങ്ങൾ കേട്ടു. നല്ല പുസ്തകം വായിച്ചു. ഒരു പുസ്തകം വായിച്ചു, റസൂലിനെ പറ്റിയുള്ള പുസ്തകം. പുണ്യ റസൂൽ, ഉറക്കപ്പറ പുണ്യ റസൂൽ സല്ലല്ലാഹു. റസൂലിൻ്റെ കുടുംബജീവിതം, ഭാര്യമാരോടുള്ള ജീവിതം, അത് നമ്മൾ റമദാനിൽ വായിച്ചു തീർക്കാൻ തീരുമാനിച്ചു. നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ പുസ്തകം കിട്ടി. വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഷിന്നോട് മാപ്പാക്കണം, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, രാവും പകലും ഓട്ടത്തിലല്ലേ. അപ്പോൾ ഭാര്യയോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ദുർമേധസ് തടിയില്ലാത്തതുകൊണ്ട് എന്തില്ല, അഹങ്കാരവും ഇല്ല. ഭാര്യയോട് മാപ്പ് ചോദിക്കാൻ മടിയില്ല. ഉമ്മയോട് മാപ്പ് ചോദിച്ചു. ചിലപ്പോൾ ഉമ്മയോട് മാപ്പ് ചോദിക്കാണ്ടാവും. അതിന് മനസ്സ് പാകപ്പെടണം. ഉമ്മയോട് കഴിഞ്ഞ കൊല്ലം നമ്മൾ മുലപ്പാലിൻ്റെ പൈസ എത്രയാ, ഞാൻ തരാമെന്ന് പറഞ്ഞതാ. കൊല്ലം നോമ്പ് വിൽക്കേണ്ട വിധത്തിൽ നോമ്പ് വെച്ച് ഖുർആൻ ഓതി, ആലിമ്യങ്ങളോട് ബന്ധപ്പെട്ടു, ഉപദേശങ്ങൾ കേട്ടു, വായിക്കേണ്ട പുസ്തകങ്ങൾ വായിച്ചു. ഏതോ അല്ല, വേൾഡ് ഇക്കണോമിക്കൽ സിസ്റ്റത്തിൻ്റെ ബേസ് പഠിച്ചതല്ല, റസൂലുള്ളാഹിയുടെ ജീവിതം പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഉമ്മാൻ്റെ കാലിക്കൽ വീണു. ഉമ്മ മാപ്പാക്കണം. പൊട്ടിക്കരിഞ്ഞു. ഉപ്പ മരിച്ചിട്ടുണ്ട്. ഉപ്പാൻ്റെ ഖബറിനടുത്ത് പോയി കരിഞ്ഞു. ഉപ്പ, നിങ്ങളോട് പറയാൻ പാടില്ലാത്ത വാക്യം പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നു, പറയാൻ പാടില്ലായിരുന്നു. എല്ലാം ക്ലിയറായി. അപ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു. നല്ല ആളായി. അല്ലാതെ ശഅബാനിലുള്ള അതേ ദുർഗുണങ്ങളും തീറ്റയും കുടിയും കള്ളത്തരം പറച്ചിലും കരിഞ്ചന്ത കച്ചവടം നുണ പറയലും ഇതൊക്കെ എന്നുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ശഅബാനിലുണ്ടായിരുന്ന കള്ളത്തരവും കുതികാൽ വെട്ടും കരിഞ്ചന്തയും എല്ലാം വിളച്ചിലും ശവ്വാലിലും ഉണ്ടായാൽ നോമ്പിന് എന്തേ ഉണ്ടായത്? നോമ്പിന് ഉച്ചക്ക് മുണുങ്ങണത് വൈകുന്നേരം മുണുങ്ങി, അത്രയേ ഉള്ളൂ.
അല്ലാതെ എന്താ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? എന്താണ് 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 പലിശക്ക് കൊടുത്തിരുന്ന ഒരു കാക്ക ഹജ്ജിന് പോയി. ഒരു മുസ്ലിം കാക്ക, പലിശക്ക് കൊടുത്തിരുന്ന കാക്ക. ആ നാട്ടിലെ വലിയ മുതലാളി പൈസ പലിശ കൊടുക്കും. അപ്പോൾ പിന്നെ ഇയാൾ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയി വന്നപ്പോൾ ഇയാളെ ഒരു പറ്റുകാരൻ എന്ത് വിചാരിച്ചു? ഇനിയിപ്പോൾ അയാൾ കടം തരുമായിരിക്കും, പലിശ വാങ്ങൂല. കാരണം ഇപ്പോൾ ഇയാൾ ഹജ്ജിയായി. മനസ്സിലായില്ല? നടന്ന കാര്യ കഥയല്ല, നടന്നതാ. ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോൾ ഇയാളുടെ ഒരു പറ്റുകാരൻ, പണ്ട് പൈസക്ക് പലിശ കൊടുത്തിരുന്ന ഒരു പറ്റുകാരന് തോന്നി ഇനിയിപ്പോൾ ഏതായാലും അയാൾ പലിശ വാങ്ങൂല, ഹജ്ജിന് പോയില്ലേ. അങ്ങനെ ഇയാൾ ഹജ്ജിന് പോയി വന്നൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പറ്റുകാരൻ ചെന്നു, അജരെ എനിക്കൊരു 50,000 ഉറുപ്പ്യ ഉണ്ടിരുന്നു, പൈസ ഒന്നുമില്ല. മടക്കി പറഞ്ഞേച്ചു. 2-ാം ദിവസം പിന്നെയും വന്നു, അജരെ എനിക്കൊരു അത്യാവശ്യം പൈസ വേണ്ടിയിരുന്നു. അപ്പോൾ ഇവൾ പൈസ ഒന്നും ഇവിടെ ഇല്ല, മടക്കി പറഞ്ഞേച്ചു. 3-ാം ദിവസം ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടിത്തരാം. അപ്പോൾ ആചാര്യ പറഞ്ഞു, അങ്ങനെ പറയാം, അത് പറയാനാ ഞാൻ കാത്തിരുന്നത്, ചെലവൊന്നും ഞാൻ പറഞ്ഞോടുത്ത് നിന്നില്ല. മനസ്സിലായില്ല? നടന്ന സത്യാണ് ഇത്. ആ പലിശക്ക് വാങ്ങിയ വ്യക്തി ഇങ്ങനെ ഇന്ന് എന്നോട് പറഞ്ഞതാണ്. ഈ 2ആളെയും ഞാൻ അറിയും, പുറത്ത് പറയൂല. എന്താ പറഞ്ഞ്? അങ്ങനെ പറയും. ഇപ്പം പറഞ്ഞു 3-ാം ദിവസം വന്നിട്ട് പറഞ്ഞു, എന്ത് അജയരെ ഞാൻ എന്തെങ്കിലും കൂട്ടിത്തരാം. അപ്പം പറഞ്ഞു, അങ്ങനെ പറയാം, എന്നാ അവിടെ പൈസയുണ്ട്. ഇതിന് പറയാനാ ഞാൻ ഇതുവരെ മിണ്ടാഞ്ഞ്. ഒന്നുമല്ല, ചെലവൊക്കെ കൂടി, നമ്മൾ വിചാരിച്ചോടത്തൊന്നും നിന്നില്ല. അതായത് ഞാൻ 2 ലക്ഷം കൊണ്ട് തീരുന്നാ വിചാരിച്ച്, 2 ലക്ഷം കൊണ്ടൊന്നും ഹജ്ജിൻ്റെ പൈസ തീർന്നില്ല, അതുകൊണ്ട് നീ കൂട്ടിത്തരണം. എന്താ കൂട്ടിത്തരണ്ട്? അപ്പം ഇയാൾക്ക് ഹജ്ജിനെ വെച്ച് എന്താ കിട്ടിയത്? അഹമ്മദാബാദിൽ നിന്ന് അരിച്ചാക്ക് കയറ്റി ജിദ്ദയിലേക്ക്, അതിൽ കുറച്ച് കൂറയും കയറി, ജിദ്ദയിൽ പോയി ഇറങ്ങി കൂറ, ജിദ്ദ അങ്ങനെ പോയി മക്കത്ത് പോയി കൂറ, പിന്നെ തിരിച്ച് ഹാർബറിൽ തന്നെ വന്ന് വീണ്ടും കപ്പൽ കയറി അഹമ്മദാബാദിൽ വന്നിറങ്ങിയാൽ കൂറക്ക് എന്ത് കിട്ടി? അത് 30 കിട്ടി. അതിനല്ലേ, മനസ്സിലായില്ലേ? നമ്മൾ ഒക്കെ ചടങ്ങാ പഠിച്ച് ഹജ്ജിന് പോയാൽ സ്വർഗ്ഗം, ഓ ചെറുക്കടില്ല, ഓ എന്നാ പോകാം. എന്ത് മാറ്റുണ്ടായത്? ഒരു നുണ നിർത്തിയില്ല. നുണ ഹജ്ജിന് പോയപ്പോൾ കണ്ടതും കൂടി കുറച്ചും കൂടി കൂട്ടിയിട്ടുള്ള നുണയാണ് പിന്നെ പറയുന്നത്. ഹജ്ജിന് പോയിട്ട് നുണ നിർത്തിയിട്ടില്ല, ഹജ്ജിന് പോയിട്ട് പലിശ വാങ്ങൽ നിർത്തിയില്ല, ഹജ്ജിന് പോയിട്ട് അയൽവാസിയെ ബുദ്ധിമുട്ടാക്കൽ നിർത്തിയില്ല. ഹജ്ജിനൊന്നും പോണ്ട, ആ അയൽവാസിനൊന്ന് സന്തോഷിപ്പിച്ചാൽ മതി. 9 കൊല്ലമായി ഇവനോട് സലാം പറഞ്ഞിട്ടില്ല. ചിന്തിക്കണം. ഇനി ഇതിനൊരു തടസ്സമാണിത്. എന്ത്? പരിസരത്ത് നമ്മോട് അതൃപ്തിയുള്ള ആളുകളോട് നോമ്പൊന്നിന് മുമ്പ് പോയി പൊരുത്തപ്പെടിക്കണം. ഒരു അമലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇസ്തിബ്രാ. അവനോട് പോയി ഒന്ന് പറയണം, നമ്മൾ തമ്മിലൊരു അലോഹ്യുണ്ട്, നോമ്പ് വരാൻ പോവാണ്, മാപ്പാക്കണം. തെറ്റിൻ്റെ ഭാഗത്താണ്, തെറ്റ് അവൻ്റെ ഭാഗത്താണെങ്കിലും നമ്മൾ എന്ത് പറയണം? എൻ്റെ തെറ്റ് ഇജ്ജ് മാപ്പാക്കണം, നോമ്പ് വരികയാണ്. നോമ്പ് എത്ര കഴിഞ്ഞു, നമുക്കൊരു മാറ്റമില്ല. എന്തുകൊണ്ട്? അയൽവാസിയെ പിടിച്ചിട്ടില്ല, ഉമ്മാനെ പിടിച്ചിട്ടില്ല. സത്യമല്ലേ? പറ. പാപ്പാനെ പിടിച്ചില്ല. പലതുണ്ട്. ഞാൻ അവസാനിപ്പിക്കണം. ഇപ്പോൾ ഒറ്റായത്തോതിയ അർത്ഥം വെക്കാം, ഒറ്റായത്തോതിയ അർത്ഥം വെക്കാം. നേരം വൈകിയല്ലേ? നേരം വൈകിയോ? ഒരൊറ്റായത്തോതിയാൽ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ബഖറ 183. എൻ്റെ മുഖത്തേക്ക് നോക്ക്. അൽ ബഖറ 183. ഇതാണ് നോമ്പ് നിർബന്ധമാകാൻ വേണ്ടി ഇറങ്ങിയ ആയത്ത്. അതിന് അർത്ഥം വെച്ചാൽ അവസാനിപ്പിക്കും. 10 മിനിറ്റ് വേണ്ട അർത്ഥം വെക്കാൻ. തീർന്നു. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഈ ആയത്തിനെ 4 കഷ്ണാക്കാം. 1 യാ അയ്യുഹല്ലദീന ആമനു, 2 കുതിബ അലൈക്കുമുസ് സിയാം, 3 കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, 4 ലഅല്ലകും തത്തഖൂൻ. ഇതാണ് ഈ ആയത്തിറങ്ങുന്നത് ഹിജ്റ 2-ാം വർഷത്തിലെ ഷഅബാൻ 30-ന് ഈ ആയത്തിറങ്ങി. ഹിജ്റ 2-ാം വർഷം ഷഅബാൻ 30-ന് ഈ ആയത്തിറങ്ങി. 5 മിനിറ്റോടെ അവസാനിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ നീട്ടി പറയൂല, ആരും ബുദ്ധിമുട്ടാക്കൂല. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഒന്ന്, സംബോധിത സമൂഹം. 2, പർപ്പസ്. 3, ഹിസ്റ്ററി. 4, നേട്ടം. ഈ ആയത്തിനെ 4 വിട്ട. 1 യാ അയ്യുഹല്ലദീന ആമനു, സംബോധിത സമൂഹം, മൊത്തം ജനങ്ങളല്ല, മുഅ്മിനീങ്ങൾ മാത്രം. അപ്പോൾ മുഅ്മിനീങ്ങൾ എന്നാൽ ഈ ലോകത്തും വിജയിച്ചു, പറ പരലോകത്തും വിജയിച്ചു, അതാ മുഅ്മിനീങ്ങൾ. അപ്പോൾ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞിട്ട് ഒരു കൽപ്പന പറഞ്ഞാൽ ആ കൽപ്പന പാലിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തും വിജയമുള്ളൂ, പരലോകത്തും വിജയമുള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആദ്യത്തെ നോമ്പിനാണ് ബദർ യുദ്ധം ഉണ്ടായത്. ബദറിനേക്കാൾ വലിയ ഒരു സംഭവം ലോക ചരിത്രത്തിലില്ല. അതിനവർക്ക് കഴിഞ്ഞ എന്തുകൊണ്ട്? അതേതാ കാലം? നോമ്പാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടായ എന്താ പറയുക? നോമ്പാണ് കഴിഞ്ഞോട്ട്. അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം നടന്നത് എന്നാ? പറ എന്നാ? നോമ്പിന് ബദറിനേക്കാൾ വലിയ സംഭവമില്ല. ഖുർആൻ ബദറിനേക്കാൾ വലിയ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അള്ളാഹു ബദരീങ്ങളുടെ ദറജേറ്റി കൊടുക്കട്ടെ. അവരുടെ ഹക്കുകൊണ്ട് നമ്മളെ അവരെയും അള്ളാഹു സ്വർഗത്തിൽ സന്തോഷത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ഹക്കുകൊണ്ട് ഈ ഒന്നിനും പറ്റാത്ത നമ്മളെ അള്ളാഹു തആല ദുനിയാവിൽ ആഖിറത്തിൽ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈമാൻ വേണം എങ്കിൽ ഈ പണിയെടുക്കണം എന്നർത്ഥം. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഈമാൻ നിലനിൽക്കണമെങ്കിൽ ഈ കർമ്മം ചെയ്യണം. പിന്നെ അപ്പോൾ സംബോധിത സമൂഹം ആരാ? പറ ആരാ? മുഅ്മിനീങ്ങൾ. ഈമാൻ നിലനിൽക്കണമെങ്കിൽ ഇത് ചെയ്യണം. ഇന്ന സ്വലാത്ത കാനത്തെ അലൻ നാസല്ല അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ നിലനിൽക്കണമെങ്കിൽ നിസ്കരിക്കണം. മനുഷ്യന്മാർ മൊത്തം നിസ്കരിക്കണ്ട, ഈമാനുള്ളവർ നിസ്കരിക്കണം. ഈമാൻ മനസ്സിലായില്ലേ? ഈമാൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്താലേ ഈമാൻ നിലനിൽക്കൂ. ഇന്ത്യക്കാരെ നിങ്ങൾ ആധാർ കാർഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ്റെ ബാധ്യതയാണത്, പാകിസ്ഥാനിക്കില്ല. നിങ്ങളൊരു ഓഫീസിലെത്തിയാൽ ചോദിക്കും ആധാർ കാർഡ് എടുക്ക്, ഇല്ലാന്ന് പറയാൻ പറ്റൂല, അത് എടുക്കണം. ഇന്ത്യക്കാരൻ്റെ ഒരു അവകാശമാണ്. മനസ്സിലായില്ലേ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാൻ നിലനിൽക്കണമെങ്കിൽ നോമ്പ് നോൽക്കണം. ഇനി പർപ്പസ് എന്താ? കുതിബ അലൈക്കുമുസ് സിയാം, ലിഖിതമായ നിലയിൽ നിങ്ങൾക്ക് വ്രതങ്ങൾ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. സൗം എന്ന വാക്കിൽ നിന്നാണ് സുയാം എന്ന വാക്ക് വന്നത്. സൗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിയന്ത്രണമാണ്. നിയന്ത്രണം ഏത് കാര്യത്തെയും പറ നിയന്ത്രിക്കുന്നതിനാണ് എന്ത് പറയാ? സൗം. നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, ശരീരം നിയന്ത്രിക്കുക, തീറ്റ നിയന്ത്രിക്കുക, ഒക്കെ എല്ലാം. ആര് പറഞ്ഞ വാക്കാ? ആര് പറഞ്ഞ വാക്കാ? ഇന്നി
ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഇന്നെനിക്ക് സൗമാണ്, അതുകൊണ്ട് ഞാൻ മനുഷ്യരോട് മിണ്ടില്ല. ആര് പറഞ്ഞു? മറിയമേ, നിനക്ക് ഇവിടുത്തെ കുട്ടി കിട്ടി? മാക്കാന അബൂക്കി ഇംറഅസൗഇൻ, നിന്റെ ബാപ്പ ചീത്തയല്ല. മാക്കാനത്ത് ഉമ്മുക്കി ബഗയ്യ, നിന്റെ ഉമ്മ വേശ്യയുമല്ല. പിന്നെ എവിടുന്ന് ഈ കുട്ടിയെ കിട്ടി? അപ്പോൾ പറഞ്ഞു ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, എനിക്ക് നോമ്പാണ്. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, അതുകൊണ്ട് ഞാൻ ഇന്ന് മനുഷ്യരോട്, നിങ്ങൾ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അതിൻ്റെ പുള്ളൊന്ന് പൊളിച്ചേരാൻ. ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞോ? ഞാനിന്ന് മിണ്ടൂല എന്ന് പറഞ്ഞോ? മിണ്ടൂല എന്നല്ല പറഞ്ഞത്. ഞാനിന്ന് മനുഷ്യരോട് മിണ്ടൂല. മിണ്ടും ആരോട്? അപ്പൊ നോമ്പുകാരൻ മിണ്ടുന്നത് ആരോടാ? അപ്പൊ ഇതൊക്കെ എടുത്തു വെക്കണം. മൊബൈലൊക്കെ നിമിഷങ്ങൾ എണ്ണാതിരിക്കൂ, സംസാരം തുടരൂ എന്നാണ് ചില മൊബൈൽ കമ്പനികളുടെ പരസ്യം. അത് ഇതിൽ നടക്കൂല. മനസ്സിലായില്ല? ചില മൊബൈൽ കമ്പനികളെ പരസ്യമാണ് നിമിഷങ്ങൾ എണ്ണാതിരിക്കൂ, സംസാരം തുടരൂ. അതിനാകൂല. സംസാരം തുടര ആരോട്? അതിനിത് വേണ്ട. ഇവിടെ താഴെ ചെറിയ നടക്കുള്ളൂ. മിണ്ടൂലേ? മറിയം എന്താ പറഞ്ഞേ? മിണ്ടൂല എന്നല്ല, മിണ്ടും. ഇരിക്കാലിയോട് മിണ്ടൂല. ആരോട്? ഞാനിന്ന് മനുഷ്യജാതിയോട് മിണ്ടൂല. എന്തുകൊണ്ട്? ഇന്ന് എനിക്ക് നോമ്പാണ്. ഞാൻ ഇന്ന് മനുഷ്യജാതിയോട് മിണ്ടൂല. എന്റെ നോമ്പാണ്. ഓ, ആരെങ്കിലും പറഞ്ഞോ മനുഷ്യജാതിയോട് മിണ്ടിയാൻ? നോമ്പോറ്റാൻ്റെ മനുഷ്യജാതിയോട് മിണ്ടുന്നതിന് അക്കാലത്തൊരു വിവരം ഉണ്ടായിരുന്നു മനുഷ്യർക്ക്. എന്ത്? നോമ്പോറ്റാ പിന്നെ വർത്താനം പറയില്ല. ഇന്ന് നോമ്പോറ്റാല വർത്താനം കൂടുതൽ പറയാ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? രാവിലെ 8 മണിക്ക് പെണ്ണുങ്ങൾ മൊബൈൽ എടുത്ത് അടുത്ത വീട്ടിലേക്ക് വിളിച്ച് സാധനക്കായ. പിന്നെ ഒരു 10-12 മണി വരെ ഇവിടെ സമൂസ ചൂടാൻ തുടങ്ങുന്നത് വരെ വർത്താനാണ്. അതൊരു കൊല്ലത്തിന് വേണ്ടി റീചാർജ് ചെയ്തിട്ടുണ്ട്. നീ എന്തില്ല, നിമിഷങ്ങൾ എണ്ണാതിരിക്കൂ. ഇവിടെ നടക്കൂല. മനസ്സിലായില്ലേ? ചിന്തി. പിന്നെ മറിയം പറഞ്ഞു നോമ്പാണ്, ഞാൻ മിണ്ടൂല. അപ്പോൾ തൊട്ടിലേക്ക് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൈഫനുക്കല്ലിമു മൻകാന ഫിൽ മഹ്ദി സബിയ്യ, നീ നോമ്പാന്ന് പറഞ്ഞിട്ട് മിണ്ടണു ഇല്ല. ഈ കുട്ടിയെ കാണിച്ചിട്ട് എന്ത് കാര്യം? ഇന്ന് പ്രസവിച്ച കുട്ടിയോട് എങ്ങനെ മിണ്ടും? കാല. അപ്പോൾ ഉമ്മായുടെ നോമ്പ് നാശാകാതിരിക്കാൻ കുട്ടി മിണ്ടി. കുട്ടിക്കറിയാം ഉമ്മാക്ക് നോമ്പാ. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ? കുട്ടിക്ക് നോമ്പില്ല, കുട്ടീനെ ജനിച്ചിട്ടേ ഉള്ളൂ. അതേ അമലിയാത്തും നീനിയാത്തും പഠിച്ചിട്ടില്ല. കുട്ടിക്ക് എന്തില്ല? എൻ്റെ കൂടെ വാ. കുട്ടിക്ക് എന്തില്ല? നോമ്പില്ല. എനിക്ക് നോമ്പാ, എനിക്കൊന്നും മനുഷ്യന്മാരോട് ഉണ്ടാൻ പറ്റൂല. പിന്നെ കുട്ടിയോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞു കൈഫനുക്കല്ലിമു മൻകാന ഫിൽ മഹ്ദി സബിയ്യ, ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് എന്ത് മിണ്ടാനാണ് മറിയമോ? അപ്പോൾ ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യ والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. ആര് മിണ്ടി? പറ. ഇന്ന് വെളുപ്പിന് പ്രസവിച്ച കുട്ടി മിണ്ടി. കാരണം ഉമ്മാക്ക് വ്രതാണ്. അപ്പോൾ തൊട്ടിൽ കിടന്ന് ഈസാം സംസാരിച്ചത് ഉമ്മായുടെ വ്രതശുദ്ധി സംരക്ഷിക്കാനാണ്. ഇതാണ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഒരു കാര്യത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ലൈന് കൊണ്ട് ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, കൈഫിയത്ത് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കണം. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. നമ്മൾ
കുറച്ച് ആളുകളെ ഇവിടുന്ന് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് എന്താ പറയുക ബ്രസീലിലേക്ക് അയക്കുന്നു എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യയിലെ ഒളിമ്പിക്സിന് ആളുകളെ അയക്കുന്ന അതിൻ്റെ മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെൻറ്റും പറയും, നിങ്ങൾക്ക് മുമ്പുള്ള കുറേ ആളുകളെ നമ്മൾ ഒളിമ്പിക്സിലേക്ക് അയച്ചിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ കാര്യങ്ങളൊന്ന് അനുഭവിച്ച് പഠിക്കി, ബാക്കി ഞങ്ങൾ പറയാം. അപ്പോൾ പിന്നെ ഇവർ ഇതിൻ്റെ കൈഫിയത്ത്, ഈ പർപ്പസ് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് അവർ പഠിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നാണ്. അപ്പോൾ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇതെന്തിനാ അവിടെ വെറുതെ കൊടുത്തു, ഇത് കൈഫിയത്ത് പഠിക്കാനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവാതായെന്ന് തോന്നുന്നു. മനസ്സിലായില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പാക്കപ്പെട്ട വിധത്തിൽ. അപ്പോൾ നമ്മുടെ നോമ്പ് നാം അവരിൽ നിന്ന് പഠിക്കണം. അവർ നോമ്പ് നോറ്റാൽ പിന്നെ വർത്തമാനം പോലും ഇല്ല, അതിൽ നമ്മൾ പഠിക്കണം. നമുക്ക് അല്ലാഹു ഹലാലായ വാക്കുകൾ ജായിസാക്കി പരിമിതമായി, അവർക്ക് വാക്കേ ഹറാം. നമ്മൾ റസൂലുള്ളാഹിന്റെ ജനതയായതുകൊണ്ട് ചെറിയ ഇളവ്, ആവശ്യമായ വാക്കുകളൊക്കെ പറയാം, എന്നാൽ അതിൻ്റെ അപ്പുറം പാടില്ല. നോമ്പാണ്. വീട്ടിൽ ഒരു പെണ്ണും മറ്റേ പെണ്ണും തമ്മിൽ ഒരു കശപിശ തുടങ്ങുമ്പോഴത്തേനും വലിയ പറയും നോമ്പാണ്. ഒരു കുട്ടി അമിതമായ ഒരു പാട്ട് പാടുമ്പോഴത്തേനും പറയും നോമ്പാണ്. ഇല്ലേ ഇല്ലേ അല്ലേ? ഒരാൾ ഒച്ചത്തിൽ മറ്റൊരാൾ സംസാരിക്കാം റമളാനാണ്, ഒച്ചട്ട് വർത്താനം പറഞ്ഞാൽ നോമ്പ് വാത്തിലാവും. മനസ്സിലായില്ലേ? അതാണ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. ഇനി നേട്ടം മനസ്സിലായില്ല? ഒരു കാര്യത്തിനൊരു പ്രോഫിറ്റ് വേണ്ടേ? എന്താ പ്രോഫിറ്റ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവും. മുത്തഖീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം മലർക്കെ തുറന്നു വെക്കും. അപ്പം നിങ്ങളായി ഒന്നിനെ, മനസ്സിലായി, നിങ്ങളായി രണ്ടിനെ മൂന്നിലൂടെ പ്രാവർത്തികമാക്കി 4 നേടും. 4 നേടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ആരായി? മുത്തഖയായി. ഓഹോ, മുത്തഖയായാൽ എന്താ ലാഭം? നിങ്ങൾക്ക് ഖുർആൻ പിടിക്കാനുള്ള അവകാശം. ഖുർആൻ ആർക്കിറക്കിയതാണ്? ആർക്കിറക്കിയതാ? മനുഷ്യന്മാർക്ക്. എവിടെയുള്ളത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മനുഷ്യന്മാരീൻ. അങ്ങനെയാണോ? ഹുദൽ ലിൽ. അപ്പൊ ഇത് വാങ്ങാൻ മാത്രം നിങ്ങൾ അർഹരായി. നോമ്പോറ്റപ്പോ നിങ്ങൾ ആരായി? മുത്തക്കയാകുമ്പോൾ ഇത് പിടിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായി. കഴിഞ്ഞു. ബുൾഡോസർ ഇറക്കിയാൽ പോരല്ലോ, ബുൾഡോസർ കൈകാര്യം ചെയ്യാനുള്ള ആളെ കമ്പനി ആദ്യം ഉണ്ടാക്കണ്ടേ? ബുൾഡോസർ ഇറക്കി ഒരു അമേരിക്കൻ കമ്പനി, നീ എന്താ ചെയ്യാ? കമ്പനി MD പറഞ്ഞു എന്താ ചെയ്യാ, മാനേജർ പറഞ്ഞു എന്താ ചെയ്യാ. അപ്പോൾ നോമ്പിലൂടെ ഉണ്ടാകുന്നത് ഖുർആനിക് ജനതയാണ്. ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആൻ കൈകാര്യം ചെയ്യാനുള്ള ഒരു ജനത സൃഷ്ടിക്കപ്പെട്ടു. എത്ര ദിവസങ്ങളിലൂടെ? ഒരു മാസത്തൂടെ. ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് കാലത്ത് യഥാവിധി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾ ആരാവും? മുത്തഖീങ്ങളാവും. മുത്തഖീങ്ങളായാൽ നിങ്ങൾ ആരുമാവും? ഖുർആൻ കൈകാര്യം ചെയ്യാൻ യോഗ്യരാവും. ഖുർആൻ ആർക്കിറങ്ങിയ? മനുഷ്യർക്കല്ല, മുത്തഖീങ്ങൾക്ക്. പറയാൻ എന്ത് പറയാൻ? ഈ തൊപ്പി ആർക്കുണ്ടാക്കിയതാ? ഈ തൊപ്പി ആർക്കുണ്ടാക്കിയതാ? മനുഷ്യർക്കോ? മനുഷ്യനൊന്നും ഇടട്ടെ. ഇതെനിക്ക് വേണ്ടിയാണ്, ഇതിൻ്റെ ഉപകാരി ഞാനാണ്. ഈ കുപ്പായം എനിക്കാണ്, ഇത് തയ്പ്പിച്ചത് എനിക്ക് വേണ്ടിയാണ്, ഇതിടുന്നാൽ ഞാനാണ്, ഇതിൻ്റെ അവകാശിയും ഞാനാണ്, ഗുണഭോക്താവും ഞാനാണ്. ഖുർആൻ്റെ ഗുണഭോക്താവ് ഹുദല്ലിൽ മുത്തഖീൻ. മുത്തഖ എവിടെ? മുത്തഖയെ അള്ളാഹ് സൃഷ്ടിച്ചു, അങ്ങനെ ഉണ്ടാക്കി തന്നു. എന്തിലൂടെ? നോമ്പിലൂടെ. യഥാർത്ഥ നോമ്പാണെങ്കിൽ നീ ആരാകും? മുത്തഖയാവും. ലഅല്ലക്കും തത്തഖൂൻ.
ഭക്ഷണം നിയന്ത്രിച്ച് മനസ്സ് അള്ളാഹുവിന് കൊടുത്ത് നാവിനെ നിയന്ത്രിച്ച് മനസ്സ് നിയന്ത്രിച്ച് എല്ലാം നല്ലൊരു മനുഷ്യൻ. അപ്പം എല്ലാവരും പറയാൻ തുടങ്ങി, ആ ആള് വലിയ മനുഷ്യൻ, മനുഷ്യൻ ആള് നന്നായി. അപ്പം നമുക്കൊരു ബഹുമാനം, എല്ലാവർക്കും ബഹുമാനം. എൻ്റെ ഓഫീസിൽ അപ്പുറത്തിരിക്കുന്ന RSSകാരനാണ്. പക്ഷെ അയാൾക്ക്, ഞാൻ ഓഫീസിലെ ഒരു സ്റ്റാഫാണ്, അയാളും സ്റ്റാഫാണ്. അയാൾ RSSകാരനാണ്, ഞാൻ RSSകാരൻ, ഞാൻ മുസ്ലിമാണ്. അയാൾക്ക് ഇപ്പം എന്നോടൊരു ബഹുമാനമാണ്. എന്ത്, ഞാൻ വാക്കിന് വിലയുണ്ട്, സേവന സന്നദ്ധതയുണ്ട്, കൊടുക്കുക വാങ്ങുന്നതിന് വിലയുണ്ട്. 1 രൂപ കൈക്കൂലി വാങ്ങൂല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും. നല്ല മനസ്സ്, നല്ല ഭാഷ, നല്ല രീതി. അപ്പോൾ അയാൾക്ക് എന്നോട് ഒരു ബഹുമാനം. എന്തുകൊണ്ട്? ഇയാളൊരു നല്ല മനുഷ്യനായി. ആണോ അല്ലേ പറ. അതേ സമയത്ത് കൈക്കൂലിയൊക്കെ ഞാൻ വാങ്ങും, കളവൊക്കെ ഞാൻ പറയും. എന്താ ഇയാൾ അയാളെ ക്യാമ്പിൽ പോയി പറയാം, എങ്ങനെയെങ്കിലും മാപ്പിളാരല്ലാതെ ആക്കണം, അരക്കാശിനുള്ളൂല, ഇത്ര കള്ളന്മാരില്ല. എന്തുകൊണ്ട്? നോമ്പൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് കൂറ കപ്പൽ കയറിയതുപോലെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോമ്പിനെ നോമ്പാക്കണമെങ്കിൽ പണിയുണ്ട്. നോമ്പ് കാലം കഴിയാൻ പണിയില്ല, നോമ്പിനെ നോമ്പാക്കാൻ പണിയുണ്ട്. അതെടുത്താൽ നമുക്ക് വലിയ നേട്ടമുണ്ടാവും. നമ്മൾ ആ നോമ്പ് കഴിഞ്ഞാൽ മരിക്കാൻ പറ്റിയ മാസം ഷവ്വാലാണ്. ഏറ്റവും മരിക്കാൻ തരപ്പറ്റിയൊരു മാസം ഷവ്വാലാണ്. എന്ത്? ഒരു റമളാൻ കഴിഞ്ഞ് വൃത്തിയോടുകൂടെ ഷവ്വാലിൽ പ്രവേശിച്ചപ്പോൾ ഷവ്വാലിൽ മരിച്ചു. ഷവ്വാലിൽ മരിച്ച ഒരുപാട് മഹാന്മാരെ എനിക്കറിയും. നോമ്പ് ക്ലിയറായി ഷവ്വാലിൽ മരിച്ചു, ഒന്നും ബാക്കിയില്ല, ഒക്കെ അള്ളാഹു പുറത്തു കൊടുത്തു. ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി റമളാനിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് റമളാനിൽ ഇറങ്ങിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം റമളാനിലാണ്. എല്ലാം അല്ലേ, എല്ലാം റമളാനിലാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞത് നീണ്ടുപോയെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക. അള്ളാഹു നമ്മെ അവനിഷ്ടപ്പെട്ടവരിൽ, പൊരുത്തപ്പെട്ടവരിൽ ചേർത്ത് തരട്ടെ. നാം പണിയെടുത്താലല്ലാതെ നമുക്ക് നേടാൻ കഴിയില്ല. സാമ്പ്രദായിക നിസ്കാരങ്ങൾ കൊണ്ടോ സാമ്പ്രദായിക നോമ്പുകൾ കൊണ്ടോ വിജയിക്കുമെന്ന് ഒരാളും കരുതേണ്ടതില്ല. അള്ളാഹു സ്വീകരിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊന്നുമല്ല അള്ളാഹു ഈ കർമ്മം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി ഉപകരിക്കാനാണ് ഇത്തരം അനുഷ്ഠാനങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ.